സ്വീറ്റ് ഹോം സീസൺ 3യിലെ ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു ദ മൂവി ടൈം. തന്റെ ആളുകളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന നമ്മുടെ റെഡിനെയും കാണിച്ചുകൊണ്ടല്ലേ എപ്പിസോഡ് അവസാനിച്ചത്. അതിനുശേഷം നമ്മുടെ ചായോനും യുൻഹ്യോക്കും കൂടെ അവർക്കൊപ്പം ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് മോൺസ്റ്റേഴ്സിനെ അവർക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യുൻഹ്യോക്കാണെങ്കിലോ കട്ട കലിപ്പിലാണ്. അവൻക്ക് എങ്ങനെയെങ്കിലും റെഡിനെ ആക്രമിക്കണം. എന്നാൽ നമ്മുടെ ചായൂൻ അതിന് സമ്മതിക്കേണ്ടേ. അങ്ങനെ ഇരിക്കെയാണ് അവനെ ഒരു ഡ്രാഗൺ ആക്രമിക്കുന്നത്. ഈ അവസരം നമ്മുടെ യുൻഹ്യോ പാഴാക്കിയില്ല. ഉടനെ തന്നെ റെഡിനെ ആക്രമിക്കുന്നു. എന്നാൽ അവൾക്കത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ റെഡ് പെട്ടെന്ന് ഉണരുകയാണ്. ഇതോടെ സാങ്മോണിന് റെഡിന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ ചായൂനും കണ്ടിരുന്നു. എന്നാൽ പുള്ളിക്കാരന് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ മോൺസ്റ്ററിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം. പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ റെഡ് താഴേക്ക് വീഴുകയാണ്. ഇവിടെയാണെങ്കിലോ ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ചായൂൻ റെഡിന്റെ അടുത്തേക്ക് വന്ന് അവളെ കുറച്ചപ്പുറത്തേക്ക് മാറ്റുകയാണ്. ആദ്യം തന്നെ ചായൂനോട് അവൾ ഒരു സോറി പറയുന്നു. അവൾ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ഈ മോൺസ്റ്റേഴ്സിനെ എല്ലാം നിർമ്മിച്ചത് അവളല്ലേ. ഇത് കേട്ട് അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. പിന്നീട് അവളുടെ അവസ്ഥ അതീവ ഗുരുതരമായി. മരിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞത് സാങ്ങിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. കലിമൂത്ത നമ്മുടെ ചായൂൻ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു. ഇവിടെയാണെങ്കിലോ മോൺസ്റ്റേഴ്സ് എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം റെഡ് മരണപ്പെട്ടില്ലേ. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ കിമ്മിനെയും ടീമിനെയുമാണ് കാണിക്കുന്നത്. അവരാകെ പതറി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സർജൻ ഒരു ഐസ് മോൺസ്റ്ററായി മാറിയിരിക്കുകയല്ലേ. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതും സേഫ് അല്ല. എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഹാനി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ഐസ് പ്രതലത്തിൽ കൈ പതിയെ സ്പർശിച്ചതും അവളുടെ കൈ അത് ക്രോസ് ചെയ്തു പോകുന്നതായി നമുക്ക് കാണാം. അതോടെ ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾക്കത് ക്രോസ് ചെയ്തു പോകാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ആരും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹാനി തിരികെ അങ്ങോട്ടേക്ക് വന്ന് അവരെ എല്ലാവരെയും വിളിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവരിപ്പോഴും ഒരേ നിൽപ്പാണ്. ഇതേ സമയത്ത് നമ്മുടെ ജീന കൂളായി അത് ക്രോസ് ചെയ്തു പോകുന്നതായും നമുക്ക് കാണാം. തുടർന്ന് മറ്റുള്ളവരെല്ലാം പോകുന്നുമുണ്ട്. അങ്ങനെ ഇദ്ദേഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ കിം ആണെങ്കിലോ അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇദ്ദേഹം ക്രോസ് ചെയ്ത് പോയിട്ട് വേണം നമ്മുടെ കിമ്മിന് പോകാൻ. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അയാൾ ഒരു മോൺസ്റ്റർ ആയിരുന്നു. മോൺസ്റ്റേഴ്സിന് പോകാൻ വേണ്ടി കഴിയില്ല. പിന്നല്ലേ പുള്ളിക്കാരന് ആളെ പിടികിട്ടുന്നത്. നമ്മുടെ ജയ്ജിനായിരുന്നു അത്. ഇതോടെ ദേഷ്യം വന്ന നമ്മുടെ ജയ്ജിൻ കിമ്മിനെ ആക്രമിക്കുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. നമ്മുടെ സർജൻ അത് ബ്ലോക്ക് ചെയ്യുന്നു. തുടർന്ന് ജയ്ജിൻ ഇപ്പോൾ കട്ട കലിപ്പിലാണ്. വീണ്ടും അവൻ നമ്മുടെ കിമ്മിനെ ആക്രമിക്കാൻ വേണ്ടി നിന്നതും ഒരു ടെന്റക്കിൾ വന്ന് അവന്റെ കൈ പിഴുതെറിയുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ജായാങ് ആയിരുന്നു. നമ്മുടെ ചാനും ടീമും ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് ദേഷ്യം വന്ന നമ്മുടെ ജയ്ജിൻ അത് അവിടമാകെ അങ്ങ് സ്പ്രെഡ് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ കിം മുകളിൽ ചാടി കയറി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവരിപ്പോൾ ട്രാപ്പാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അവരാകെ പതറി നിൽക്കുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കിം തന്റെ മുഴുവൻ ശക്തിയെടുത്ത് ജയ്ജിനെ ആക്രമിക്കുകയാണ്. തുടർന്ന് അവരോട് അവിടെ നിന്നും പോകാൻ വേണ്ടിയും പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് എങ്ങനെ പോകാൻ കഴിയും? ഈ ലിക്വിഡ് ചുറ്റുപുറവും സ്പ്രെഡായി കിടക്കുകയല്ലേ. അപ്പോഴാണ് നമ്മുടെ ജായാങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് ക്രോസ് ചെയ്തു പോകാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് അവൾ പണിയുന്നു. തുടർന്ന് അവർ പതിയെ അവിടെ നിന്നും നടന്നു നീങ്ങി. പോകുന്നതിന് മുമ്പ് അവർ പിറകോട്ട് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അതേ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവൾ അവരെ രക്ഷിച്ചത്. എന്നാൽ നമ്മുടെ കിമ്മിനൊന്നും സംഭവിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ജയ്ജിന് ഒരു 8ന്റെ പണി കൊടുത്ത് അവിടെ നിന്നും കൂളായി അങ്ങ് രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ സാങ്വു കൂളായി ഓരോ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നതായും നമുക്ക് കാണാം. എന്നാൽ അവരെയെല്ലാം നമ്മുടെ ചായൂൻ കൊലപ്പെടുത്തുന്നുമുണ്ട്. ഇതങ്ങനെ തുടർന്നു പോകുന്നു. എന്നാൽ പുള്ളിക്കാരന് വിട്ടുകൊടുക്കാൻ ഒട്ടും മനസ്സില്ല. അപ്പോഴാണ് നമ്മുടെ യുൻഹ്യോ ഒരു കാര്യം പറയുന്നത്. എത്ര സമയം ഇത് തുടരാൻ കഴിയും? അതോടെ അവർ വേറൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ സാങ്മോണിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവർ ട്രൈ ചെയ്യുകയാണ്. അതിനായി സാങ്മോണിനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതെ, നമ്മുടെ സാങ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ബോഡിയിലുള്ളത് നമ്മുടെ സാങ്മോൺ തന്നെയാണ്. ഈ സമയത്താണ് ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകുന്നത്. ആരാണ് സാങ്ങിനെ കൊല്ലുക? എന്നാൽ അപ്പോഴേക്കും സാങ്മോൺ വീണ്ടും സാങ്ങിന്റെ ബോഡി കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു നിമിഷത്തേക്ക് സാങ്മോൺ സാങ്വുക്കായി മാറുകയായിരുന്നു. ഇതുപോലെ തന്നെ സീസൺ 2-ൽ സാങ്മോൺ സാങ്വുക്കായി മാറിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് ദേഷ്യം വന്ന് സ്വന്തം കാൽ തന്നെ അയാൾ മുറിവേൽപ്പിക്കുന്നത് നമ്മൾ
കണ്ടിരുന്നു. ശരിക്കും യൂറിയായിരുന്നു അതിന് കാരണം. അതെ, നമ്മുടെ നേഴ്സ് തന്നെ. തുടർന്ന് വീണ്ടും ഒരുപാട് ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുന്നുണ്ട്. സീസൺ 1 വരികയാണെങ്കിൽ സാങ്മോക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ അവളെ കൊലപ്പെടുത്തിയത്. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, സാങ്മോക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തുടർന്ന് സാങ്മോക്കിന്റെ റിക്വസ്റ്റ് പ്രകാരം ആ തീയിൽ പോയി അവർ രണ്ടുപേരും ഒരുമിച്ച് ഇല്ലാതാവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ റെഡ് സുഖപ്പെടുന്നതായും നമുക്ക് കാണാം. മറ്റൊരിടത്ത് സ്റ്റേഡിയത്തിൽ നിന്നും ഫാദർ സിയോളിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹീറോയിൻ ആണെങ്കിലോ ഇപ്പോൾ തകർന്ന ഗ്രീൻ ഹോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നത്. അതെ, അവൾ ഒരു മോൺസ്റ്ററായി മാറാൻ വേണ്ടി പോകുന്നു. ഇതിനു മുമ്പേ തന്നെ അവൾക്ക് ഒരുപാട് ഹാലൂസിനേഷൻ അനുഭവപ്പെടുന്നതായി നമ്മൾ കണ്ടിരുന്നില്ലേ. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ യുൻഹ്യോക്ക് അവളുടെ അരികിലുണ്ട്. തുടർന്ന് അവർ സംസാരിക്കുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് ഇമോഷണലായി തന്റെ ബ്രദറെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അവളുടെ വെറും ഒരു ഇമാജിനേഷൻ മാത്രമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചായുവിനെയും യുൻഹ്യോക്കിനെയുമാണ്. അവർ നമ്മുടെ ഹീറോയിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. യുൻഹ്യോക്കിന് അവളെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. അവൾ ഒരു ന്യൂ ഹ്യൂമൻ ആയി തിരിച്ചെത്താനായിരിക്കും സാധ്യത. പിന്നീട് ഞങ്ങളുടെ കൂടെയായിരിക്കും അവൾ. എന്നാൽ നമ്മുടെ ചായുവിന് ഇവരെ രണ്ടുപേരെയും മനുഷ്യനാക്കി ഒന്നിപ്പിക്കാനായിരുന്നു ആഗ്രഹം. അതവൻ ഹീറോയിന് അന്ന് വാക്കു കൊടുത്തതല്ലേ, അത് നിറവേറ്റുമെന്ന് അവൻ പ്രതിജ്ഞ എടുക്കുന്നു. പിന്നീട് പുള്ളിക്കാരൻ നേരെ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. ഇതേ സമയത്ത് നമ്മുടെ യുൻഹ്യോക്ക് തന്റെ ഫാമിലി ഫോട്ടോയും നോക്കി ഇമോഷൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. മറ്റൊരിടത്ത് നമ്മുടെ ജനങ്ങളെല്ലാം ഇപ്പോൾ സേഫ് ആണ്. അവരിപ്പോൾ ഉള്ളത് നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിം. അപ്പോഴാണ് നമ്മുടെ ജീനയെ കാണുന്നത്. ഉടനെ തന്നെ അവളുടെ അസുഖം ഭേദമാകാൻ ഒരു മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർ വരുന്നുണ്ട്. നമ്മുടെ ചായൻ സ്റ്റേഡിയത്തിലേക്ക് പോയിരുന്നത് മോൺസ്റ്റേഴ്സിനെ മനുഷ്യനാക്കി മാറ്റി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു. ഇതിനിടയിൽ മറ്റു ചില പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ചാനെ ഒരുപാട് ഇഷ്ടമല്ലേ. അവനെ കണ്ടപാടെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചതാണെങ്കിലോ ഇതും. അതിന്റെ കലിപ്പിൽ നമ്മുടെ ഹാനി ചായുനൊന്നു കൊടുത്താണ് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ ഇതോടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ ഹീറോയിനെ കാണാനില്ലല്ലോ. അവൾ എവിടെ പോയി? ഇതിനെപ്പറ്റി നമ്മുടെ ചായുനും ഒരു ഐഡിയയും ഇല്ല. അപ്പോഴാണ് യുൻഹ്യോക്ക് പറഞ്ഞ ഒരു കാര്യം അവൻ ഓർക്കുന്നത്. നമ്മുടെ യുൻഹ്യോക്ക് പറഞ്ഞിരുന്നല്ലോ അവൾ ഒരു ന്യൂ ഹ്യൂമൻ ആയി മാറുമെന്ന്. അങ്ങനെയാണെങ്കിൽ അവൾ ഇപ്പോൾ എവിടെയായിരിക്കും? ഇതോടെ നമ്മുടെ ചായുവിന് അത് മനസ്സിലായി. അതെ, അവൾ എപ്പോഴും ഉണ്ടാകാറുള്ള സ്ഥലം നമ്മുടെ ഗ്രീൻ ഹോം ആണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇനി നേരെ ഗ്രീൻ ഹോമിലേക്ക്. ഹീറോയിനെ കണ്ടെത്താൻ മാത്രമല്ല അവർ പോകുന്നത്, സർവൈവ് ചെയ്യാൻ സേഫായ ഒരു സ്ഥലം അവർക്ക് വേണം. പിന്നെ ഫുഡും മറ്റും അവർക്ക് ആവശ്യമാണ്. യാത്രക്കിടെ നമ്മുടെ ടീം ഒരു കൂട്ടം ന്യൂ ഹ്യൂമൻസിനെ കണ്ടുമുട്ടുന്നു. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവർ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതാണ് ഏറ്റവും നല്ല മാർഗം. ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയ ആളുകളും ന്യൂ ഹ്യൂമനായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഈ തീരുമാനത്തോട് മറ്റു ചിലർക്ക് എതിർപ്പും ഉണ്ടായിരുന്നു. നമ്മുടെ ജീനയും യസ്യൂളും ന്യൂ ഹ്യൂമൻസായി എങ്ങനെ എക്സ്പ്രസീവ് ചെയ്യും എന്നും പഠിക്കുന്നുണ്ട്. നമ്മുടെ യോങ്സുവിനെയും റെഡിനെയും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. യോങ്സുവിനെ മനുഷ്യനാക്കി മാറ്റിയത് നമ്മുടെ ചായുൻ തന്നെയായിരിക്കും. എൻഡിങ്ങിൽ കാണിക്കുന്നത് മനുഷ്യരെ പോലെ ഇമോഷൻസുമായി ആക്ട് ചെയ്യുന്ന നമ്മുടെ യുൻഹ്യോക്കിനെയാണ്. അവിടെ വെച്ച് അവർ നമ്മുടെ ഹീറോയിനെ കാണുന്നു. അവൾ ഇപ്പോൾ ഒരു ന്യൂ ഹ്യൂമൻ ആയി മാറിയിരിക്കുകയാണ്. അവളെ നോക്കി ചിരിക്കുകയാണ് നമ്മുടെ ചായുനും യുൻഹ്യോക്കും. ഇതാണ് നമ്മുടെ വീട്, സ്വീറ്റ് ഹോം. ഇതും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഈ ഡ്രാമ ഒരുപാട് ലാഗായിരുന്നു. അതിനെല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയുന്നു. എന്തായാലും സ്വീറ്റ് ഹോം സീസൺ 3 എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഡ്രാമകളും സിനിമകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.